ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഗ്ലോബൽ എംപയർ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് PVC പൈപ്പ് കൊണ്ട് എങ്ങനെ ഒരു കിടിലൻ എയർ ഗൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കണം. നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എയർ ഗണ്ണിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഈ ഒരു പൈപ്പ് നമുക്കൊരു 30 ഇഞ്ച് നീളത്തിൻ്റെ ആവശ്യമുണ്ട്. അടുത്തതായി നമുക്ക് 3 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ്. ഈ ഒരു പൈപ്പ് നമുക്കൊരു 10 ഇഞ്ച് നീളം വേണം. നമ്മൾ PVC പൈപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബോട്ടിൽ 2 സോൾവെൻ്റ് വാങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് 3:1 PVC റെഡ്യൂസർ പൈപ്പാണ് വേണ്ടത്. അതായത് നമ്മുടെ 3 ഇഞ്ച് പൈപ്പ് 1.5 ഇഞ്ച് PVC പൈപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഡ്യൂസർ പൈപ്പാണിത്. ഈ ഒരു പൈപ്പ് വാങ്ങുന്ന സമയത്ത് കുറച്ച് ക്വാളിറ്റിയുള്ള പൈപ്പ് വാങ്ങിയത് നന്നായിരിക്കും. പ്രഷർ കുറച്ച് കൂടുതൽ വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ പൈപ്പ് വയ്ക്കുന്നത്. അടുത്തതായിട്ട് 3 ഇഞ്ച് PVCയുടെ ഒരു എൻഡ് ക്യാപ്പ് വേണം. ഇതിന് 30 രൂപയാണ് വില വരുന്നത്. അടുത്തതായി ഇതൊരു 15 രൂപയുടെ ചെറിയ പാക്കറ്റ് MCയിലാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു ഗ്യാസ് ലൈറ്ററാണിത്. നമ്മുടെ എയർ ഗണ്ണിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാസ് ലൈറ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എയർ ഗണ്ണിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പണി തുടങ്ങാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൻഡ് ക്യാപ്പിൻ്റെ പുറകിലായിട്ട് ഗ്യാസ് ലൈറ്റർ വയ്ക്കാൻ വേണ്ടി ഒരു ഹോൾ ഇടണം. നമ്മൾ ലൈറ്ററിൻ്റെ അളവെടുത്തിട്ട് മാർക്ക് ചെയ്ത് ഹോൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്ക് 3 ഇഞ്ച് PVCയുടെ എൻഡിലായിട്ട് റെഡ്യൂസർ പൈപ്പ് ഒട്ടിക്കാം. അതിനുവേണ്ടി നമുക്ക് സോൾവെൻ്റ് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് റെഡ്യൂസർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചാൽ എൻഡ് ക്യാപ്പ് ഹോൾ ഇട്ടിട്ട് വരാം. സോൾഡറിങ് ഏണൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഹോൾ ചെയ്യാൻ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അല്ലാത്തവരാണെങ്കിൽ കമ്പി ചൂടാക്കി നമുക്ക് ഹോൾ ചെയ്യാം. ഇനി നമുക്ക് ഈ ഗ്യാസ് ലൈറ്റർ ഈ എൻഡ് ക്യാപ്പിനകത്തായിട്ട് വെച്ച് ഒട്ടിക്കണം. ഒട്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് MCയിൽ ഉപയോഗിക്കാം. MCയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അറിയാം ഇതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് MCയിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ MCയിലിൻ്റെ കവർ പൊട്ടിക്കുന്ന സമയത്ത് 2 വെള്ള കവറുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ 2 കവറിൽ 2 കളർ സാധനങ്ങളാണ്. നമ്മൾ ആദ്യം എടുത്ത കവറിൽ ബ്ലാക്ക് കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മറ്റേ കവറിൽ എന്തായാലും വൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന MCയിലിൻ്റെ 2 കളറിൽ നിന്നും തുല്യ അളവിൽ കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. MCയിൽ നമ്മൾ നല്ല രീതിക്ക് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ ഗ്യാസ് ലൈറ്റർ എൻഡ് ക്യാപ്പിൻ്റെ പുറകിൽ വെച്ചിട്ട് നമ്മുടെ MCയിൽ ഉപയോഗിച്ച് നല്ല രീതിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊട്ടിക്കുന്ന സമയത്ത് ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ അകത്തും പുറത്തും നല്ല രീതിക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ MCയിൽ നമ്മൾ ഒട്ടിച്ച പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഉണങ്ങാനായിട്ട് 1 മണിക്കൂർ സമയം മാറ്റി വയ്ക്കാം. നമ്മുടെ MCയിൽ അവിടെ നല്ലപോലെ ഒട്ടി ഗ്യാസ് ലൈറ്റർ അവിടെ ഫിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് നമ്മുടെ എയർ ഗണ്ണിൻ്റെ ട്രിഗറായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഈ ഭാഗം നമ്മുടെ 3 ഇഞ്ച് PVCയുടെ ബാക്കിലായിട്ട് ഒട്ടിക്കാം. സോൾവെൻ്റ് നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഈ പൈപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ എയർ ഗണ്ണിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലൊന്ന് ലോഡ് നിറച്ച് ഒരു ട്രയൽ നോക്കാം. നമ്മുടെ എയർ ഗണ്ണിൻ്റെ മെയിനായിട്ടുള്ള ലോഡെന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ തന്നെയാണ്. നമ്മൾ നല്ല രീതിക്ക് ന്യൂസ് പേപ്പർ നല്ല പ്രഷറോട് കൂടി ആ ഒരു 1.5 ഇഞ്ച് പൈപ്പിലേക്ക് തള്ളി കയറ്റി വയ്ക്കണം.
നമ്മൾ ഈ പേപ്പർ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് അതിലേക്ക് കയറ്റുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കിട്ടുന്ന സൗണ്ടും ആ ഒരു പവറും വളരെ കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചെറിയ കല്ലുകൾ ഇട്ട് കൊടുക്കാം. ഈ ചെറിയ കല്ലുകളാണ് നമ്മുടെ എയർ ഗണ്ണിൻ്റെ വെടിയുണ്ട. നമുക്കിനി കുറച്ച് പേപ്പറും കൂടി ആ പൈപ്പിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എയർ ഗണ്ണിൻ്റെ ബാരലിൽ ലോഡ് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ കത്താൻ സഹായിക്കുന്ന ഒരു ബോഡി സ്പ്രേ വേണം. ഫോഗാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പൈപ്പിനകത്തേക്ക് 2-3 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ അടിച്ചാൽ ഉടൻ തന്നെ നമ്മുടെ 1.5 ഇഞ്ച് PVC പൈപ്പ് റെഡ്യൂസറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എയർ ഗൺ ഇപ്പോൾ ഫുള്ളി ലോഡറാണ്. നമുക്കപ്പോൾ ഇനി ഉടൻ തന്നെ ഒരു ട്രയൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും സൈനിങ് ഓഫ്.